ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ഇരു രാഷ്ട്രങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദീജലം ആര് നിയന്ത്രിക്കുമെന്നുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരുന്നു. 1948 ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കമുണ്ടായ സമയത്തും ഇന്ത്യ താൽക്കാലികമായി ഇവിടെ നിന്നുള്ള ജലപ്രവാഹം നിർത്തിവെക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് പാകിസ്ഥാൻ പരാതി കൊടുക്കുകയും അങ്ങനെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 1960 സെപ്റ്റംബർ 19 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന അയ്യൂബ് ഖാനും ചേർന്ന് കരാർ ഒപ്പുവെക്കുന്നു. ഈ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് കിഴക്കൻ നദികളായ രവി, സത്ലജ്, ബിയാസ് ഇന്ത്യക്കും, പടിഞ്ഞാറൻ നദികളായ സിന്ധു, ജേലം, ചെനാബ് എന്നിവ പാകിസ്ഥാനും ഉപയോഗിക്കാമെന്നാണ് നിബന്ധന. ഇതിന്റെ ഏകദേശം 30% ഇന്ത്യയും ബാക്കി വരുന്ന 70%-ഓളം പാകിസ്ഥാനുമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ഇന്ത്യ ഈ കരാറ് മരവിപ്പിക്കുന്നതോടുകൂടെ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യയിലായിരിക്കും ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവിക്കുക. ഊർജ്ജക്ഷാമം, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, മിലിറ്ററി ടെൻഷൻസ് തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് പാകിസ്ഥാൻ നേരിടാൻ പോകുന്നതും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. 2001 പാർലമെന്റ് അറ്റാക്കിന് ശേഷവും 2019 പുൽവാമ അറ്റാക്കിന് ശേഷവും ഇന്ത്യ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കാശ്മീരിലെ പെഹൽഗാം ആക്രമണത്തോടു കൂടെയാണ് ഇത്തരമൊരു തീരുമാനം ഇന്ത്യ എടുക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്.